ഇന്നത്തെ ലഞ്ചിന് ആകെ രണ്ട് കറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇത് രണ്ടും നല്ലൊരു അടിപൊളി കറിയായിരുന്നു കേട്ടോ. ഒരു ബുൾസൈ എഗ് കറിയും അതുപോലെ തന്നെ വഴുതനങ്ങയും തക്കാളിയും കൂടിയിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്ന ഒരു സിമ്പിൾ കറി. ഈ വഴുതനങ്ങയും തക്കാളിയും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്ത് നോക്കിയത്. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അത് മാത്രം മതിയായിരുന്നു ചോറ് കഴിക്കാനായിട്ട്. ഇന്നാണെങ്കിൽ ഒരു സ്ഥലം വരെ പോണായിരുന്നു. അങ്ങനെ കുറച്ച് തിരക്കുകളൊക്കെ ആയിട്ട് 1 മണിയായി കറി വെക്കാനൊക്കെ നിന്നപ്പോ. അപ്പൊ പിന്നെ നോക്കിയപ്പോ ആകെ ചെയ്ത് പെട്ടെന്ന് എടുക്കാൻ പറ്റി ഈ 2 കറികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അതില് മുട്ടയാണ് ആദ്യം വെക്കുന്നത്. ബുൾസൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ബുൾസൈയിൽ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടി വിതറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 3 മുട്ടയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ സാധാരണ ചെയ്യും പോലെ തന്നെ ഒരു പാനിൽ എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പൊട്ടി വന്നപ്പോഴേക്കും സവാളയും പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴന്നു വരുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, മുളക് പൊടി ഇത്രയും മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മൂപ്പിച്ചെടുത്തിട്ട് അതിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് 1 മിനിറ്റും കൂടി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ബുൾസൈ ആക്കി വെച്ചിട്ടുള്ള മുട്ടായും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് ചേർത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ച് അങ്ങോട്ട് വറ്റിച്ചെടുക്കുക കേട്ടോ. ചാറ് വേണ്ട, നല്ല കുറുകിയ ഭാഗത്തിനാക്കി എടുക്കുക. അപ്പോഴാണ് അതിന്റെ ടേസ്റ്റ് വരിക. ഈ കളർ കണ്ടിട്ട് പേടിക്കണ്ട കേട്ടോ. കളർ മാത്രമേ ഉള്ളൂ, എരിവൊന്നും ഇല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതിന് എളുപ്പമുള്ള ഒരു മുട്ടക്കറി വേറെ ഉണ്ടാവില്ല കേട്ടോ. അത്ര എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ആകെ ഒരു 10 മിനിറ്റ് ഒക്കെ മതി കേട്ടോ. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഞാൻ വഴുതനങ്ങയും തക്കാളിയും കൂടി, ഇത് എന്റെ പ്ലാനിലേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ നോക്കിയപ്പോൾ വഴുതനങ്ങയും തക്കാളിയും കുറച്ച് ദിവസമായി വാങ്ങി വെച്ചിരിക്കുന്നത്. ഇനിയും അതിനങ്ങനെ വെച്ചിട്ട് വെറുതെ എടുത്ത് കളയേണ്ടി വരുമല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങോട്ട് മുറിച്ചെടുത്താണ്. ഇതിപ്പോ വഴുതനങ്ങയും തക്കാളിയും അതുപോലെ സവാളയും കൂടി ഒരുമിച്ച് അങ്ങ് അരിഞ്ഞെടുത്തു. അതിൽ പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു ചട്ടിയിൽ എണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ചതിന് ശേഷം ഇതെല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് ഇട്ടിട്ട് വഴറ്റിയിട്ട് പകുതി വഴന്ന് വന്നപ്പോഴത്തേക്കും അതിലേക്ക് ഉപ്പ് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ചതച്ച മുളക് പൊടിയും മാത്രം ഇട്ടിട്ട് വഴറ്റിയെടുത്തിട്ടുള്ളതാണ്. വേറെ ഒന്നും ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല. പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്തായാലും അടിപൊളി കറികളായിരുന്നു. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക് യു.